മതി മതി, എല്ലാരും കണ്ടില്ലേ ഓണം. മതി. എല്ലാരും മാറി നിൽക്കണോ? സിറ്റിയിലൂടെ ഒരു ഓട്ടോ പ്രദർശനം നടത്തിയിട്ട് സ്റ്റേഷനിലേക്ക് പോയത്. ആള് കൂടുന്നവർക്കൊക്കെ ജീപ്പ് നിർത്തണം. ശരി സാർ. മതിയടി കരഞ്ഞത്, നിർത്തി കരച്ചില്. പ്രൊഫസറുടെ മക്കളാണെന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം? കയ്യിലിരുന്ന് നോക്കണേ. കണ്ട വല്ല കുറവുണ്ടോ? എത്ര നാളായടി ഈ തൊഴിലിന് ഇറങ്ങിയിട്ട്? രണ്ടാളും നന്നായി സമ്പാദിച്ചു കൂട്ടിയിട്ടുണ്ടോ? നിന്റെയൊക്കെ വീട്ടിൽ ചോദിക്കാനും പറയാനൊന്നും ആയില്ലേ? നിനക്കിത് എന്ത് പറ്റി അലീസേ? ക്യാമ്പസിൽ അടിച്ചു പൊളിച്ച് നടക്കാറുള്ള നീ ഇന്ന് ഗ്ലൂമിയാണല്ലോ. വില്യം ജയിലിലേക്ക് പോയതിനു ശേഷം ഈ മാറ്റം. അതുകൊണ്ട് ദേവേനയുടെ മുമ്പിൽ തലകുനിക്കേണ്ടി വന്നല്ലോ. ഹലോ. എന്നിട്ട് നന്നായി, വളരെ നന്നായി. മുഖം തെളിഞ്ഞല്ലോ. എന്താ ഹാപ്പി ന്യൂസ്? ഏയ് അങ്ങനൊന്നുമില്ല. ഗുരുക്കന്മാരെ റെസ്പെക്ട് ചെയ്യണമെന്ന് കുട്ടികൾ പഠിക്കുന്നത് കലാലയത്തിൽ നിന്നല്ല, സ്വന്തം വീട്ടിൽ നിന്ന് തന്നെയാണ്. മാതാപിതാക്കൾ മക്കളെ പറഞ്ഞു മനസ്സിലാക്കേണ്ട ആദ്യ പാഠം അത്. എല്ലാ കുട്ടികളും എഴുന്നേറ്റ് സാറിന് വണങ്ങിയപ്പോ ഞാൻ എഴുന്നേൽക്കാത്തത് സാർ കണ്ടുപിടിച്ചു. അതിന്റെ പേരിൽ എന്റെ മാതാപിതാക്കളെ വിമർശിക്കുകയും ചെയ്തു. എന്നിട്ടും സാറ് കാണേണ്ടത് കണ്ടില്ല. ക്ലാസ് ടൈം ആയിട്ടും സാറിന്റെ മകൾ ദേവയാനി എവിടെ? ഞങ്ങളൊക്കെ ക്ലാസ്സിലേക്ക് വരാൻ 1 മിനിറ്റ് താമസിച്ചാൽ സാറ് ശിക്ഷിക്കുമല്ലോ. മകളായി പോയതുകൊണ്ട് ദേവയാനി ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കൂ? ഒരിക്കലുമില്ല. ക്യാമ്പസിന്റെ പടി കടന്നു കഴിഞ്ഞാൽ പിന്നെ അച്ഛനും മക്കളുമില്ല. ദേവയാനി ഇവിടെ എന്റെ സ്റ്റുഡന്റാ. അതുകൊണ്ട് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മറ്റു കുട്ടികൾക്ക് കിട്ടുന്ന ശിക്ഷ അയക്കും കിട്ടും.
ബ്രഹ്മാവിൻ്റെ മാനസപുത്രിയായ സന്ധ്യയെക്കുറിച്ചാണ് നമ്മൾ അവസാനം പറഞ്ഞു നിർത്തിയത്. പ്രജാപതികളും ബ്രഹ്മാവ് പോലും അവളെ കാമിച്ചു. അച്ഛനും സഹോദരങ്ങളും കാമിച്ച ശരീരം ഇനി വച്ചുകൊണ്ടിരിക്കില്ല എന്ന ദൃഢപ്രതിജ്ഞയോടെ സന്ധ്യ യാഗാഗ്നിയിൽ ചാടി ദേഹത്യാഗം ചെയ്തു. അഗ്നിയിൽ ചാടി ദേഹത്യാഗം ചെയ്യുക ഇനി രക്ഷയുള്ളൂ. അവരിപ്പോ എത്തുവോ? ആ ഞാൻ ചോദിക്കട്ടെ, റെയ്ഡ് നടന്നിട്ട് കുറെ സമയമായല്ലോ, എന്നിട്ട് അവരെവിടെ? ഇപ്പോഴെത്തും ആശാനെ. ആശാനും സമാനപ്പെട്. ദേ കരുണ, അവൾമാരുടെ ഫോട്ടോ കിട്ടി കഴിഞ്ഞാ പിന്നെ വെച്ച് താമസിപ്പിച്ചേക്കരുത്. ഉടനെ പത്രം പ്രിന്റ് ചെയ്യണം. അതൊന്നും താൻ എന്നെ ഓർമ്മപ്പെടുത്തണ്ട. ഒക്കെ പ്ലാൻ ചെയ്തിട്ട് തന്നെ ഞാനിവിടെ നിൽക്കുന്നത്. അലക്സാണ്ടർ മോലയുടെ മനസ്സ് തണുപ്പിക്കാനുള്ള തന്ത്രമൊക്കെ എനിക്കറിയാം. എത്തിയല്ലോ ചെറായി. മാറി നിൽക്കടോ. ആ രണ്ടുപേരും ഉണ്ട്. രണ്ടിനെയും കൂടെ ഇറങ്ങ. ഇങ്ങോട്ട് ഇറങ്ങി വരിനടി. നിങ്ങളെ കാഴ്ചക്കാരൊക്കെ ഒന്ന് കാണട്ടെ. പറഞ്ഞത് കേട്ടില്ലേടി? നിനക്കൊക്കെ മാത്രം എന്താടി ഇറങ്ങാൻ ഇത്ര താമസം? ഇങ്ങോട്ട് ഇറങ്ങടി. മതി മതി, രണ്ടിനെയും പിടിച്ചുകൂടെ ഇറങ്ങ. ഇങ്ങോട്ട് ഇറങ്ങടി. നിന്നോട് ഇങ്ങോട്ട് ഇറങ്ങാനല്ലേ പറഞ്ഞു? ഇങ്ങോട്ട് സൂചിച്ചങ്ങിരിക്കാം. ഇങ്ങോട്ട് ഇറങ്ങടി. ഇങ്ങോട്ട് മാറിയല്ലേ. എന്തോന്നിനാടി തുണിയിട്ട് മൂടുന്നത്? നിന്റെ തിരുമോന്റെ നാട്ടുകാർക്ക് പറയണോടി. വലിയ ശീലാവതികള്. വേണ്ടാത്ത പണിക്ക് പോയിട്ട് നാട്ടുകാരെ കണ്ടപ്പോ എന്തൊരു മാന്യത. കയ്യെടുക്കടി. അങ്ങോട്ട് നടക്കടി. പാതിവ്രത്യക്കാരികള്. നടക്കടി അങ്ങോട്ട്. നന്നായി സാറേ, ഒക്കെ ഭംഗിയായി. നല്ല റിസ്കാ. കണ്ടുപോലെ കാണണമെന്ന് അലക്സാണ്ടർ മോലയോട് പറഞ്ഞുതരും. അത് പറയേണ്ട കാര്യമില്ലല്ലോ. ചെറായി, ഇനി ഞാനിവിടെ നിൽക്കുന്നില്ല. ഇവിടുത്തെ സംഭവവികാസങ്ങളൊക്കെ നീ നോക്കിക്കോ. ഞാൻ പത്രത്തിന്റെ പണി തുടങ്ങട്ടെ. ആഹാ, കോളേജ് സമയം കഴിഞ്ഞാൽ ഒരു മിനിറ്റ് പോലും വേസ്റ്റാക്കാതെ വീട് പിടിക്കുന്ന സാറെന്താ 4 മണിയായിട്ട് ഇവിടെ? കല്യാണിയും ദേവയാനി ഇതുവരെ കണ്ടില്ല സാറേ. അവരെവിടെ പോയി? ഉച്ചവരെ കോളേജിൽ തന്നെ ഉണ്ടായിരുന്നു. ആ, ലഞ്ച് ബ്രേക്കിന് ശേഷം കാണാതായത്. അപ്പോൾ ഉച്ചയ്ക്ക് ശേഷം ക്ലാസ് അറ്റൻഡ് ചെയ്തില്ലേ? ഇല്ല. അങ്ങനെ ക്ലാസ് കിട്ടിയെന്ന കുട്ടികളല്ലല്ലോ, പിന്നെന്താ ഇന്ന് മാത്രം? അത് തന്നെ ഞാനും ആലോചിക്കുന്നത്. പുറത്തു പോയി ഒരു ബുക്കോ പേനയോ വാങ്ങിക്കണമെങ്കിൽ കൂടി എന്നോട് പറയാതെ പോവില്ല. ലൈബ്രറിയിൽ നോക്കിയോ? ഉവ്വ്, ലൈബ്രറിയിലും ചെന്നിട്ടേ ഇല്ല. ആകെ ഒരു ടെൻഷൻ സാറേ. ഏയ്, ടെൻഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല. രണ്ടാളും ഒന്നിച്ചല്ലേ പോയിരിക്കുന്നത്. തന്നിഷ്ടത്തിന് എവിടേക്കും പോകുന്ന കുട്ടികളല്ലല്ലോ. ശരിയാ, എന്നോട് പറയാതെ ഇത്രയും സമയം. ഇങ്ങടെ ഇറങ്ങി വാട കുട്ടാ. ശിവപുരം ബംഗ്ലാവിൽ ട്രേഡ്. പ്രൊഫസർ ഇതുവരെ മക്കളെ അന്വേഷിച്ച് സ്റ്റേഷനിൽ എത്തിയിട്ടില്ലെന്നാ CA പറഞ്ഞത്. അയാൾ മിക്കവാറും വാർത്ത അറിഞ്ഞിട്ടുണ്ടാവില്ല. കാകളം തന്നെ ആകട്ടെ അതിനൊരു നിമിത്തമാവുന്നത്. ആദ്യം കോളേജ്, അത് കഴിഞ്ഞ് കോളേജിന് പുറത്ത് എല്ലായിടവും കാട്ടുതീ പോലെ ഈ വാർത്ത ആളി പടരണം. എടാ അയ്യപ്പ, ചെല്ലടാ മോനെ, പോയി കസറടാ. എന്താ എന്താ പറയാൻ പോന്നെ? ശിവപുരം ബംഗ്ലാവിൽ റെയ്ഡ്, പ്രൊഫസറുടെ മക്കളെ അറസ്റ്റ്. അല്ലല്ലല്ല,
ഈ കോളേജിലെ പ്രൊഫസറുടെ മക്കൾ അറസ്റ്റിൽ എന്ന് പറഞ്ഞേടാ. ഈ കോളേജിലെ പ്രൊഫസറുടെ മക്കളെ Correct. മിടുക്കൻ. എന്റെ തങ്കക്കട്ടി പോയിട്ട് വാ, ചെല്ലു. ഇനി ഒരു കോളേജ് പ്രൊഫസറും പരീക്ഷയിൽ നിന്ന് കുട്ടികളെ ഡീബാർ ചെയ്യരുത്. അതിന് പ്രൊഫസർ രാജശേഖര മേനോൻ തന്നെ ആദ്യത്തെ രക്തസാക്ഷിയാകട്ടെ. ശിവപുരം ബംഗ്ലാവിൽ റെയ്ഡ്, ഈ കോളേജിലെ പ്രൊഫസറുടെ മക്കൾ അറസ്റ്റിൽ. ശിവപുരം ബംഗ്ലാവിൽ റെയ്ഡ്, ഈ കോളേജിലെ പ്രൊഫസറുടെ മക്കൾ അറസ്റ്റിൽ. ചൂടുള്ള വാർത്ത, ഈ കോളേജിലെ പ്രൊഫസറുടെ മക്കൾ അറസ്റ്റിൽ. ശിവപുരം ബംഗ്ലാവിൽ റെയ്ഡ്, ശിവപുരം ബംഗ്ലാവിൽ റെയ്ഡ്, ചൂടുള്ള വാർത്ത, ഈ കോളേജിലെ പ്രൊഫസറുടെ മക്കൾ പിടിയിൽ. ഒരു പത്രം ഇതാ. ശിവപുരം ബംഗ്ലാവിൽ റെയ്ഡ്, ഈ കോളേജിലെ പ്രൊഫസറുടെ മക്കൾ അറസ്റ്റിൽ. നായർ സാറേ, ദേ, ഇത് അവര് തന്നെയല്ലേ? ആരും വിശ്വസിക്കരുത്, ചതിയായത്. ഇതെങ്ങനെ എന്റെ കുട്ടികള്? സാറേ, എന്തൊക്കെയാ സാറേ ഇത്? സാർ വിഷമിക്കാതെ. എന്തിന്? ഞാനെന്തിനാ വിഷമിക്കുന്നേ? എനിക്ക് വിഷമമൊന്നുമില്ല. എന്റെ കുട്ടികൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ വിഷമിച്ചാ പോരെ? വെറുതെ ഓരോന്നൊക്കെ പറഞ്ഞുണ്ടാക്കിയതാ. വേറെ ആരെയും കിട്ടിയില്ല പത്രക്കാർക്ക്. പിന്നെ കല്യാണി ദേവയാനി എവിടെ പോയി സാർ? അറിയില്ല, എനിക്കറിയില്ല. സാർ വിഷമിക്കണ്ട, ഞാനിന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചിട്ട് വരാം. അപ്പൊ സത്യം അറിയാലോ. അവരെപ്പോഴാ കോളേജിൽ നിന്ന് പുറത്തു പോയെന്ന് അറിയാമോ? ശിവനോടൊപ്പം പുറത്തു പോകുന്നു കണ്ടിരുന്നു. ലഞ്ച് ബ്രേക്കിനാ പോയത്. സർ, കുട്ടികൾ ഒരുപാട് വരുന്നുണ്ട്. അവരുടെ മുന്നിൽ വെച്ച് സാർ വന്നേ. വരൂ സാറേ, വരൂ. എന്തൊക്കെയാ നായർ സാറേ ഇത്? മേനോൻ സാർ ആകെ അപ്സെറ്റാ. പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ച് സംഭവം സത്യമാണെന്ന് അറിയണം. ശരി. ഹലോ, പോലീസ് സ്റ്റേഷനല്ലേ? അതെ. ഇത് കോളേജിലെ പ്രിൻസിപ്പലാ. അവിടുന്ന് വിളി പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. അവിടുത്തെ 2 സ്റ്റുഡൻസിനെ ഇവിടെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ശരി. മേനോൻ സാറിന് മാത്രമല്ല, കോളേജിന് മുഴുവൻ ഇത് അവമാനകരമായിരിക്കുക. അപ്പോ കേട്ടത് സത്യമാണല്ലേ? ഞാനിത് എങ്ങനെ മേനോൻ സാറിനോട്? ഗുഡ് ഈവനിങ് സർ. ഗുരുക്കന്മാരെ വന്ദിക്കാൻ വിദ്യാർത്ഥികൾ പഠിക്കേണ്ടത് കലാലയത്തിൽ നിന്നല്ല, സ്വന്തം തറവാട്ടിൽ നിന്ന് തന്നെ, സ്വന്തം മാതാപിതാക്കളിൽ നിന്ന്. ഇത് എന്റെ വാക്കുകളല്ല, സാറിന്റെ വാക്കുകളാ. കടമെടുത്തതാ ഞാൻ. ഒരു സംശയം ചോദിച്ചോട്ടെ സർ? വിദ്യാർത്ഥികൾ വ്യഭിചാരശാലയിലേക്ക് പോകുന്നത് അവരെവിടെ നിന്നാ പഠിക്കുന്നേ? കലാലയത്തിൽ നിന്നോ സ്വന്തം കുടുംബത്തിൽ നിന്നോ? പറയണം. ആലിസ്, മതി. എന്തിനു മതിയാക്കണം സർ? ആദർശം ഒരുപാട് വിളമ്പുന്ന ഒരു അധ്യാപകനോടാ ഞാൻ സംസാരിക്കുന്നേ. സത്യത്തിന്റെ വെളിച്ചത്തിൽ സംസാരിക്കേണ്ടെന്ന് ആർക്കും പറയാൻ പറ്റില്ല. ഇവിടെ വ്യഭിചാര കുറ്റത്തിന് അറസ്റ്റിലായിരിക്കുന്നത് സാറിന്റെ സ്റ്റുഡൻസ് മാത്രമല്ല, സാറിന്റെ മക്കളും കൂടിയാ. എന്റെ ആങ്ങള ചെറിയൊരു തെറ്റ് ചെയ്തപ്പോ അത് ശക്തമായി പ്രതികരിച്ച സാറ് ഇവിടെ എങ്ങനെയാവും പ്രതികരിക്കുക? പിന്നെ പേട്ട കുടുംബക്കാര് കൊല്ലും നടത്തിയിട്ടുണ്ട്. എന്റെ മമ്മിയും ഡാഡിയും സാറിന്റെ അത്ര മിസ്റ്റർ ക്ലീൻ ഒന്നും അല്ല എന്ന് കരുതി ഞങ്ങളാരും പണത്തിനായി വ്യഭിചരിക്കാൻ പോയിട്ടില്ല. വേണ്ട, സാറിന്റെ കോപമൊക്കെ ഇനി മക്കളോട് എടുത്താ മതി. ഈ ആദർശമൊന്നും ഇനി ഈ ക്യാമ്പസിൽ ചെലവാവില്ല. വാ.
എന്തായി സാറേ? എന്തൊന്നും മിണ്ടാത്തേ? കേട്ടോ, സത്യമല്ലല്ലോ. എന്റെ മക്കളെ അറസ്റ്റ് ചെയ്തിട്ടില്ലല്ലോ അല്ലേ? അപ്പോ അത് അവര് തന്നെയാ. ഉറപ്പിക്കാല്ലേ? സാർ വിഷമിക്കണ്ടെന്നേ. എൻ്റെ പരിചയത്തിൽ നല്ലൊരു അഡ്വക്കേറ്റ് ഉണ്ട്. നമുക്ക് അയാളെ കൊണ്ട് കുട്ടികളെ പുറത്തിറക്കാം. എന്തായാലും സാറ് സ്റ്റേഷനിലോട്ട് ചെല്ലേ. സംഭവത്തിന്റെ ഡീറ്റെയിൽസ് നേരിട്ടറിയാമല്ലോ. വരൂ സാർ. എന്നാ പോകാല്ലേ? എന്താ? ശാരദ അവിടെ ഒറ്റയ്ക്ക. ഞങ്ങൾ വൈകി അവള് വിഷമിക്കും. ശാരദയെ വിളിക്കണം. വിളിച്ചിട്ട് തൽക്കാലം എന്തെങ്കിലും നുണ പറയാം. അല്ലാതെ സത്യം എങ്ങനെയാ പറയാ? അപ്പോ നേരെ ടെലിഫോൺ ബൂത്തിലേക്ക് പോവാല്ലേ? എന്തിനാ? പ്രിൻസിപ്പാളിന്റെ റൂമിൽ ഫോണുണ്ടല്ലോ. അത് ശരിയാ. പിന്നെ മുഖന്നട്ടിനെ വിവരം അറിയിക്കണം. അല്ലെങ്കിൽ വേണ്ട, പത്രത്തിൽ വാർത്ത വന്നതല്ലേ, മുഖന്നട്ടൻ അറിഞ്ഞോളും. അപ്പൊ ശാരദയെ വിളിക്കാല്ലേ? ശാരദ ഞാൻ വിളിക്കണോ അതോ സാറ് വിളിക്കോ? വേണ്ട, ഞാൻ വിളിക്കാം. വൈകുമ്പോ ഞാൻ വിളിക്കാറാ പതിവ്. അത് തെറ്റണ്ട. ശാരദ ഫോൺ എടുക്കുമ്പോ പതറാൻ പാടില്ല. പതറിയ അവൾക്ക് കാര്യം മനസ്സിലാവും. വെറുതെ എന്തിനാ അവളെ കൂടി, അല്ലേ? സാറ് വന്നേ. സർ, എനിക്ക് വീട്ടിലേക്കൊന്ന് ഫോൺ ചെയ്യണം. അതിനെന്താ, ചെയ്തോളൂ. തരും. ഹലോ. ഇത് ഞാനാ. കുട്ടികളും കൊണ്ട് ഞാൻ ലൈബ്രറി വരെ പോവുക. അതുകൊണ്ട് വരാൻ കുറച്ച് വൈകും. ഒരുപാട് വൈകുമോ? അത് പറയാൻ പറ്റില്ല. ടെൻഷൻ അടിക്കാതെ സ്റ്റേഷനിലേക്ക് ചെല്ലേ. കുട്ടികൾക്കൊന്നും സംഭവിക്കില്ല. സാർ വരൂ. ഇതൊക്കെ അവിടെ ഇരിക്കട്ടെ സാർ. മൂന്തേട്ട വിവരങ്ങളൊന്നും അറിഞ്ഞില്ലേ? എന്താടോ? ദാ നോക്കി. അറിഞ്ഞപ്പോ എനിക്കും വിശ്വസിക്കാൻ പറ്റില്ല. പക്ഷേ ഇതിലെന്തോ ചതിയുണ്ടല്ലോ. അത് ഉറപ്പാ. അല്ലാതെ ആ കുട്ടികള് കുഞ്ഞുനാള് മുതൽ അറിയാവുന്നതല്ലേ നമുക്ക് അവരെ. മുകുന്ദേട്ടനോ? മേനോൻ എത്തിയില്ലേ? ഇല്ല. കുട്ടികളുമായിട്ട് ലൈബ്രറിയിൽ പോകുന്ന വിളിച്ചു പറഞ്ഞിരുന്നു. എപ്പോഴാ വിളിച്ചത്? ഒരു 5 മണി കഴിഞ്ഞു കാണും. മേനോ മറ്റെന്തെങ്കിലും പറഞ്ഞോ? ഇല്ല. എന്തേ? അല്ല, അത് ഒന്നുമില്ല. ഞാൻ വെറുതെ ഇത്രയും വൈകിയുകൊണ്ട്. അതിലെന്താ ഇത്ര അത്ഭുതപ്പെടാനുള്ളേ? മുകുന്ദേട്ടനെ അറിയില്ലേ അച്ഛൻ്റെയും മക്കളുടെയും കാര്യം? ലൈബ്രറിയിൽ പോയി കഴിഞ്ഞാൽ പുസ്തകം മുഴുവനും അരിച്ചു പറക്കാതെ അവര് വരില്ല. എന്നുവെച്ചാ പുസ്തക കമ്പക്കാരിക്ക് പുതുതായി എന്തെങ്കിലും കിട്ടാതെ ഉറക്കം വരില്ലല്ലോ. ദേവയാനിക്ക്. എന്താ മുകുന്ദേട്ടാ? ഒന്നുമില്ല.
മേനോ വന്ന ഞാൻ തിരക്കിട്ട് പോയെന്ന് പറയണം. ശിവപുരം ബംഗ്ലാവിൽ റെയ്ഡ്, പ്രൊഫസറുടെ മക്കൾ അറസ്റ്റിൽ. ചൂടുള്ള വാർത്ത, ചൂടുള്ള വാർത്ത. ശിവപുരം ബംഗ്ലാവിൽ റെയ്ഡ്, പ്രൊഫസറുടെ മക്കൾ അറസ്റ്റിൽ. സാറിന് വേണം സാറേ? 2 രൂപ. ചൂടുള്ള വാർത്ത, ചൂടുള്ള വാർത്ത. പ്രൊഫസറുടെ മക്കൾ അറസ്റ്റിൽ. ശിവപുരം ബംഗ്ലാവിൽ റെയ്ഡ്, ശിവപുരം ബംഗ്ലാവിൽ റെയ്ഡ്, പ്രൊഫസറുടെ മക്കൾ അറസ്റ്റിൽ. ശിവപുരം ബംഗ്ലാവിൽ റെയ്ഡ്, പ്രൊഫസറുടെ മക്കൾ അറസ്റ്റിൽ. ചൂടുള്ള വാർത്ത, ചൂടുള്ള വാർത്ത. വായിക്കുവേൻ, വാങ്ങിക്കുവേൻ. പ്രൊഫസറുടെ മക്കൾ അറസ്റ്റിൽ, പ്രൊഫസറുടെ മക്കൾ അറസ്റ്റിൽ. ചൂടുള്ള വാർത്ത, ചൂടുള്ള വാർത്ത. 2 രൂപ. കോളേജ് പ്രൊഫസറുടെ മക്കൾ അറസ്റ്റിൽ. ചൂടുള്ള വാർത്ത. ശിവപുരം ബംഗ്ലാവിൽ റെയ്ഡ്, ചൂടുള്ള വാർത്ത, ചൂടുള്ള വാർത്ത. കാലം പോയൊരു പോക്കേ. തിന്നാനും കുടിക്കാനും ഇല്ലാത്തവളുമാരായിരുന്നെങ്കിൽ മനസ്സിലാക്കായിരുന്നു. കോളേജ് വാദ്യാരുടെ മക്കളാ. ഇതൊക്കെ എന്തിനാണാവോ പാച്ചാനാണെന്നും പറഞ്ഞ് പോകുന്നത്. അല്ല, ഇവളുമാരെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. എന്തിനാടി നിന്ന് മോങ്ങുന്നത്? പ്രൊഫസറുടെ മക്കളാന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? പഠിപ്പ് തീരുന്നതിന് മുമ്പ് തൊഴിൽ കണ്ടുപിടിച്ചല്ലോ രണ്ടാളും. എത്രയാടി നിന്റെ ഒക്കെ റേറ്റ്? രണ്ടിനും ഒരേ റേറ്റ് ആണോ അതോ വ്യത്യാസമുണ്ടോ? സാറ് ചോദിച്ച കേട്ടില്ലേടി? നിന്റെയൊക്കെ മിണ്ടാട് മുട്ടിപ്പോയോ? ഇളയവക്ക് 2000 മൂത്തവക്ക് 1500 എന്നാ മങ്കമ്മ പറയുന്നത്. അതിൽ നിന്ന് 500 രൂപ മങ്കമ്മ കമ്മീഷനായിട്ട് എടുക്കും. ഇവര് പറഞ്ഞതൊക്കെ കള്ളവാ. ഞങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല. മിണ്ടരുത്. പട്ടാപ്പകല് ക്ലാസ് കട്ട് ചെയ്ത് മങ്കമ്മയുടെ താവളത്ത് പോയത് തെറ്റ് ചെയ്യാനല്ലെങ്കിൽ പിന്നെ എന്തിനാടി? ചോദിക്കാതെ 2 പൊട്ടിക്കാ വേണ്ടത് സാറേ. പൊട്ടിക്കേണ്ടത് ഇവളുമാരെയല്ല, ഇവളുമാരെ വളർത്തിയിട്ട് വിൽക്കാൻ അയക്കുന്ന തള്ളേം തന്തയോ. ഞങ്ങൾ മാന്യമായിട്ട് തന്നെ ഞങ്ങളുടെ അച്ഛനും മക്കളെ കണ്ടവന്റെ നിരങ്ങ വിട്ടിട്ടാണോ മാന്യമായി ജീവിക്കുന്നത്? സർ, എന്താണോ ഈ കുട്ടികളുടെ അച്ഛൻ വന്നിട്ടുണ്ട്. നമുക്ക്